സാറേ പഠിക്കണം പഠിക്കണം എന്നൊക്കെ നന്നായിട്ട് തോന്നാറുണ്ട്. പഠിക്കാൻ കഴിയണ്ട, ഞങ്ങൾ എന്താ ചെയ്യുക, ഞങ്ങളുടെ മനസ്സിലുണ്ട് പഠിക്കണം പഠിക്കണം എന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പഠിക്കാൻ ഇരിക്കുമ്പോഴാണ് എവിടുന്നൊക്കെയോ ഇല്ലാത്ത ഉറക്കം വരുന്നത്. ഒന്ന് ബുക്ക് തുറന്ന് ഒരു പേജ് അങ്ങോട്ട് പഠിച്ച് ഒന്ന് സെറ്റായി മൈൻഡ് ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും ഉറക്കം വരും. അപ്പോൾ അതവിടെ പൂട്ടി വെച്ച് അവിടെ കിടന്നു, അല്ലെങ്കിൽ സ്റ്റഡി ടേബിളിൽ തന്നെ തല ചായച്ച് കിടന്നുള്ളൂ. ഇതിനുള്ളൊക്കെ ഒരു പ്രതിവിധി ഒന്ന് പറഞ്ഞുതരോ. അതിൻ്റെ മുമ്പേ, അത് പറയുന്നതിന് മുമ്പ് മക്കളോട് കൃത്യം പറയുന്നുണ്ട്, നമ്മുടെ സിലബസ് ഒക്കെ മാറിയിട്ടുണ്ട്, പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, 9ാം ക്ലാസ്സിലെ മക്കളെ ആകെ പെട്ടുകിടക്കുകയാണെന്നറിയാം. ഇനി അടുത്ത 10ാം ക്ലാസ്സിലേക്ക് എത്താനുള്ളതാണ്. മക്കൾ അതിനു വേണ്ട കിഡിലൻ സ്റ്റഡി പ്ലാൻ കേരളത്തിൽ ഇന്നാരും കൊടുക്കാത്ത എന്തൊക്കെയോ ഒരു മാന്ത്രികത നിറഞ്ഞ ഒരു സ്റ്റഡി പ്ലാനാണ് ഫെബ്രുവരി 10-ാം തീയതി തിങ്കളാഴ്ച രാത്രി കൃത്യം 7 മണിക്ക് നമ്മുടെ ചാനലിലെ സ്റ്റഡി പ്ലാൻ. അപ്പോൾ നിങ്ങൾ ഇതുവരെ കൊടുത്ത സ്റ്റഡി പ്ലാനും ഈ സ്റ്റഡി പ്ലാൻ എന്താ മാറ്റം? നിങ്ങൾ കണ്ടു നോക്ക് എന്നിട്ട് പറ. ഇതിലൊരു മാന്ത്രികത നിറഞ്ഞു കിടപ്പുണ്ട്, എന്തോ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പറഞ്ഞ പോലെ ഈ സ്റ്റഡി പ്ലാൻ ഒന്നും കൂടി ഒരു വെറൈറ്റിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ബാക്കിൽ തന്നെ എഴുതിയിട്ടുള്ളതാണ്, മാറിയ സിലബസ് അല്ലെങ്കിൽ ന്യൂ സിലബസിൽ എങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആകുമോ ആ ടഫ് ആവാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ പഠിക്കണം, ഒരു സബ്ജക്റ്റിന് എത്ര സമയം കൊടുക്കണം, അങ്ങനെയുള്ള ഒരു സ്റ്റഡി പ്ലാനാണ് ഫെബ്രുവരി 10-ാം തീയതി തിങ്കളാഴ്ച രാത്രി കൃത്യം 7 മണിക്ക്. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ മക്കൾ ചെയ്യേണ്ട കാര്യമാണ്, ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ എപ്പോഴും എനർജറ്റിക് ആവും. ഈ എനർജറ്റിക് ആവാത്തതുകൊണ്ട് നമുക്കിങ്ങനെ ഉറക്കം വരുന്നതും നമ്മളിങ്ങനെ എവിടെയെങ്കിലൊക്കെ ഇരിക്കുമ്പോഴേക്കും അയ്യോ കുറച്ച് തളരുന്നുണ്ട്, ഒന്ന് തല ചായച്ചുറങ്ങട്ടെ, ഇങ്ങനെയൊക്കെ തോന്നും. അപ്പോൾ ഈ ബ്ലഡ് സർക്കുലേഷൻ എന്തുകൊണ്ടാണ് നമുക്ക് കുറയാൻ കാരണം വെച്ചാൽ ഇപ്പോഴത്തെ ഫുഡ് നമുക്കറിയാലോ, പണ്ടത്തെ ഫുഡ് പോലെയാണോ നമ്മളത് ഇപ്പോഴത്തെ ഫുഡ്? ഷവർമ, ഷവായ, എന്തൊക്കെ പേര് കിട്ടാത്ത ഇതൊക്കെ അല്ലേ, ഐസ്ക്രീം പൊരിച്ചത്, ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. മന്തി, ഒരു യോജിപ്പില്ലാത്ത സാധനങ്ങളൊക്കെ കഴിച്ച് നമുക്ക് എന്താണ്, ഞാനടക്കം അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഈ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടണം നമുക്ക്. അതിന് ചെയ്യേണ്ട, ഞാനൊക്കെ ഒരു ചെറിയ ക്ലാസ്സിലേക്ക് ആകുമ്പോൾ എന്നോടൊക്കെ ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുള്ള കാര്യം, നമ്മുടെ ഈ ചെവിൻ്റെ ഭാഗമല്ലേ, ഈ ചെവിൻ്റെ ഭാഗം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ ഭാഗം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്ലഡ് സർക്കുലേഷൻ കൂടും. ഇത് ഇവിടേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ അത് തലച്ചോറിലേക്കും അത് കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്തായിരിക്കും, ഒന്ന് എനർജറ്റിക് ആവും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇന്ന് മുതൽ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അന്ന് മുതൽ നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യസമയം പാലിക്കുക, ഉറങ്ങാനും എഴുന്നേൽക്കാനും. അല്ലാതെ ഇന്ന് 10 മണിക്ക് ഉറങ്ങി നാളെ 5 മണിക്ക് എണീറ്റു, ഇന്ന് 11 മണിക്ക് ഉറങ്ങി, മാക്സിമം നിങ്ങൾ ലൈറ്റായി ഉറങ്ങാതിരിക്കുക. നിങ്ങൾ കുറേ ഫോണിൽ കളിച്ച് കുറേ TV കണ്ട് അങ്ങനെ വെറുതെ സമയം പാഴാക്കാതിരിക്കുക. കുറച്ച് പഠിക്കാനൊക്കെ സമയം കണ്ടെത്തി ഒന്നെന്ത് ചെയ്യുക, ഉറക്കം എപ്പോഴും വൃത്തിയായി പോവുക. അത് വിചാരിച്ച് ഇങ്ങനെ 10-15 മണിക്കൂർ ഉറങ്ങാനല്ല പറയുന്നത് സാറ്. നിങ്ങളോട് പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു സമയം കാണും, ഒരു 10 മണിക്കാണ് ഉറങ്ങുന്നതെങ്കിൽ 10 മണിക്ക് ഉറങ്ങിക്കോ, രാവിലെ ഒരു സമയത്ത് എണീക്കുക. ഇങ്ങനെ കൃത്യമാർന്നിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, ചെറിയ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവർ കൃത്യസമയത്ത് ഉറങ്ങും, കൃത്യസമയത്ത് എണീക്കും. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും എനർജി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് മാത്രം കൊണ്ട് എനർജറ്റിക് ആവില്ല കേട്ടോ, ഞാൻ എനർജറ്റിക് ആവാനുള്ള ഒരു ചെറിയ ഫാക്ടർ നിങ്ങൾ പറഞ്ഞു തന്നതാണ്. അപ്പോൾ മക്കൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പഠിക്കുന്ന സംഭവങ്ങൾ ഇങ്ങനെ എഴുതിയത് വരുമ്പോൾ കൈ ഇങ്ങനെ ഇളകുമ്പോൾ, കൈയോ കാലൊക്കെ ഇളകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉറക്കം കുറേയൊക്കെ അങ്ങനെയും പോയി കിട്ടും. പിന്നെ മൈൻഡ് സെറ്റായിരിക്കാനുള്ള, അയ്യോ ഞാനിപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ എന്നെക്കാളും ഏറ്റവും നല്ല മാർക്ക് മറ്റവൾ വാങ്ങുമല്ലോ, അല്ലെങ്കിൽ മറ്റവൻ വാങ്ങുമല്ലോ, പിന്നെ ഞാൻ എന്തിന് അവർ മാർക്ക് വാങ്ങി 10ാം ക്ലാസ്സിൽ A+ ബാച്ചിലേക്ക് അവരാവും, ഞാൻ പിന്നെ A+ ബാച്ചിലൊന്നും ആവില്ലല്ലോ, ഞാൻ ഏറ്റവും അല്ലെങ്കിൽ ബാക്കിലുള്ള ബാച്ചിലാവൂലേ, എനിക്കും A+ ബാച്ചിലേക്ക് ആവണം അടുത്ത 10ാം ക്ലാസ്സിൽ. നിങ്ങളുടെ ഈ മാർക്ക് വെച്ചിട്ടാണല്ലോ അടുത്ത 10ാം ക്ലാസ്സിൽ നിങ്ങൾ ഏത് ക്ലാസ്സിലാവണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അത് ചെയ്യുക. വീണ്ടും ഞാൻ പറയുന്നുണ്ട്, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കൃത്യമായ സ്റ്റഡി പ്ലാൻ ഞങ്ങളൊന്ന് ഗൈഡ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും വിചാരിച്ച് മാന്ത്രികത നിറഞ്ഞ ഒരു സ്റ്റഡി പ്ലാനാണ് കേരളത്തിൽ ഇന്നാരും കൊടുക്കാത്തൊരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഫെബ്രുവരി 10-ാം തീയതി തിങ്കളാഴ്ച രാത്രി കൃത്യം 7 മണിക്ക് നമ്മളെത്തുന്നത്. മക്കളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നിങ്ങൾക്ക് ഉപകാരമുള്ളതാണ്. ഇതിനായിട്ട് 1 രൂപ നമ്മൾ നിങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങുന്നില്ല. സെറ്റല്ലേ മക്കളെ, ഹാപ്പി അല്ലേ? ഈ സ്റ്റഡി പ്ലാൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറക്കൊക്കെ പോവും. ഇനി പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ പഠിക്കാൻ കഴിയണില്ല എന്നുള്ള ആ മൈൻഡ് സെറ്റ് നിങ്ങളത് മാറിയിട്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, ഇപ്പോൾ പഠിക്കാനും പറ്റുന്നുണ്ട്. അതിൻ്റെ സ്റ്റഡി പ്ലാനാണ്. അപ്പോൾ ഡോണ്ട് മിസ് ഇറ്റ്. ഫെബ്രുവരി 10-ാം തീയതി തിങ്കളാഴ്ച കൃത്യം രാത്രി 7 മണിക്ക് നമ്മുടെ ബിഗ് സ്ക്രീനിൽ. ബൈ.